ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ റവ വെച്ചിട്ട് നല്ല സ്വീറ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത റവയോ വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്കായുടെ ഉള്ളിലുള്ള കുരു മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല നൈസായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റ് മണമൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പാലിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ പാലും കൂടി ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം വീണ്ടും നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് നന്നായി തടവി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞാൽ മൂടി വെച്ച് ഒരു 10 മിനിറ്റാണ് ഇത് ആവി കയറ്റേണ്ടത്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ മൂടിയും തുറന്നതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും വറുത്തതും പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചാൽ അപ്പം തന്നെ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതാകെ താന്നു പോവും. അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം മൂടി വെച്ച് ബാക്കിയുള്ള ഒരു 8 മിനിറ്റ് കൂടി ആവി കയറ്റാം. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയത്തിൽ വെച്ചാലും മതിയാവും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുക. എന്തായാലും മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതിന് പകരം പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.